വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ്. ഞാൻ മിഥുൻ ദാമോദരൻ. ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു ധർമ്മസ്ഥല കൂട്ട ശവസംസ്കാര കേസിന്റെ നാൾവഴികളെ കുറിച്ച്. പ്രധാന സംഭവങ്ങളുടെ സമയരേഖ, അന്വേഷണം എങ്ങനെ നടന്നു എന്നുള്ള വിവരങ്ങളാണ് ഈ നേഷൻ ന്യൂസ് ലൈവിന്റെ ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. 1998 മുതൽ 2014 വരെ കർണാടകയിലെ ക്ഷേത്ര നഗരമായ ധർമ്മസ്ഥലയിൽ കൂട്ടശവസംസ്കാരങ്ങളും ലൈംഗികാതിക്രമങ്ങളും നടന്നതായി ഒരു വിസിൽ ബ്ലോവർ ആരോപിക്കുന്നു. ഇത് പൊതുജനങ്ങളിൽ പ്രതിഷേധത്തിന് കാരണമാകുന്നു. അദ്ദേഹത്തിന്റെ പരാതി, തെളിവുകൾ, പുതിയ ആരോപണങ്ങൾ എന്നിവ സംസ്ഥാനം അവകാശവാദങ്ങൾ അന്വേഷിക്കാൻ ഒരു SIT-യെ രൂപീകരിക്കാൻ കാരണമായിരിക്കുകയാണ്. ചുരുക്കത്തിൽ ധർമ്മസ്ഥലയിൽ കൂട്ടശവസംസ്കാരങ്ങളും ആക്രമണങ്ങളും നടന്നതായി വിസിൽ ബ്ലോവർ ആരോപിച്ചു. FIR ഫയൽ ചെയ്തു. അസ്ഥികൂട അവശിഷ്ടങ്ങൾ കോടതിയിൽ ഹാജരാക്കി ആരോപണങ്ങൾ അന്വേഷിക്കാൻ കർണാടക സർക്കാർ SIT-യെ രൂപീകരിക്കുന്നു. 1.5 പതിറ്റാണ്ടിലേറെയായി നിലനിൽക്കുന്ന കൂട്ടശവസംസ്കാരങ്ങൾ, ലൈംഗികാതിക്രമങ്ങൾ, മറച്ചുവെക്കലുകൾ എന്നിവ സംബന്ധിച്ച ആരോപണങ്ങൾ കർണാടകയിലെ ക്ഷേത്ര നഗരമായ ധർമ്മസ്ഥലയിൽ ശക്തമായ പരിശോധനയ്ക്ക് കാരണമായിരിക്കുകയാണ്. 1998-നും 2014-നും ഇടയിൽ സ്ത്രീകളുടെയും പ്രായപൂർത്തിയാകാത്തവരുടെയും മൃതദേഹങ്ങൾ മറവ് ചെയ്യാനും ദഹിപ്പിക്കാനും നിർബന്ധിച്ചുവെന്ന് അവകാശപ്പെട്ട് ഒരു മുൻ ശുചിത്വ തൊഴിലാളി മുന്നോട്ട് വന്നതിനെ തുടർന്നാണ് കേസ് വെള്ളി വെളിച്ചത്തിലാകുന്നത്. അവരിൽ പലരുടെയും മൃതദേഹങ്ങൾ ആക്രമണത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പരാതിയെ തുടർന്ന് FIR ഫയൽ ചെയ്തു. സാക്ഷികൾക്ക് സംരക്ഷണം നൽകി. അസ്ഥികൂട അവശിഷ്ടങ്ങൾ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. തുടർന്നുണ്ടായ പൊതുജനരോഷം, നിയമ ഇടപെടലുകൾ, 2003-ൽ ഒരു സ്ത്രീയുടെ തിരോധാനത്തെക്കുറിച്ചുള്ള പരാതി ഉൾപ്പെടെയുള്ള മറ്റ് ആരോപണങ്ങൾ എന്നിവ SIT-യുടെ രൂപീകരണത്തിൽ കലാശിക്കുന്നു. കേസിലെ സംഭവവികാസങ്ങളുടെ കാലഗണന ഇങ്ങനെയാണ്. ജൂൺ 22, അഭിഭാഷകരായ ഓജസ്വി ഗൌഡയും സച്ചിൻ ദേശ്പാണ്ഡെയും ഒരു മുൻ ശുചിത്വ തൊഴിലാളിയെ കണ്ടുമുട്ടുന്നു. ധർമ്മശാലയിലെ ശവക്കുഴികൾ തിരിച്ചറിയാൻ തനിക്ക് കഴിയുമെന്ന് അവകാശപ്പെട്ട അദ്ദേഹം ആരോപിക്കുന്ന കുറ്റകൃത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സഹായിക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്നു. ജൂൺ 27, കൂട്ടശവസംസ്കാരങ്ങളെ കുറിച്ചുള്ള അവകാശവാദങ്ങളിൽ ഔപചാരിക അന്വേഷണം ആവശ്യപ്പെട്ട് ബംഗളൂരു ആസ്ഥാനമായുള്ള അഭിഭാഷകരുടെ ഒരു സംഘം ദക്ഷിണ കന്നഡ പോലീസ് സൂപ്രണ്ടിനെ സമീപിക്കുന്നു. ജൂലൈ 3, മുൻ ശുചിത്വ തൊഴിലാളിയായ ഇയാൾ പോലീസ് സൂപ്രണ്ടിന് രേഖാമൂലം പരാതി നൽകുന്നു. 16 വർഷത്തിനിടെ സ്ത്രീകളുടെയും പ്രായപൂർത്തിയാകാത്തവരുടെയും മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ തന്നെ നിർബന്ധിച്ചുവെന്ന് ആരോപിച്ച് ഫോട്ടോഗ്രാഫുകൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ അദ്ദേഹം ഉൾപ്പെടുത്തി തെളിവായി നൽകുന്നു. ജൂലൈ 4, പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത BNSS സെക്ഷൻ 211A പ്രകാരം ധർമ്മസ്ഥല പോലീസ് FIR രജിസ്റ്റർ ചെയ്യുന്നു. ജൂലൈ 10, വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീമിന് കീഴിൽ വിസിൽ ബ്ലോവർക്ക് സംരക്ഷണം ലഭിക്കുന്നു. ജൂലൈ 11 രാവിലെ പരാതിക്കാരൻ ബെൽത്തങ്ങാടി കോടതിയിൽ ഹാജരായി. ശവക്കുഴികളിൽ ഒന്നിൽ നിന്ന് പുറത്തെടുത്തതായി അവകാശപ്പെടുന്ന അസ്ഥികൂട അവശിഷ്ടങ്ങൾ സമർപ്പിക്കുന്നു. ജൂലൈ 11 വൈകുന്നേരം പരാതിക്കാരന്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് പവൻ ദേശ്പാണ്ഡെ മാധ്യമങ്ങൾക്ക് ഔപചാരിക പ്രസ്താവന നൽകുന്നു. ആരോപണങ്ങളുടെ ഗൗരവം അദ്ദേഹം ഊന്നിപ്പറയുന്നു. അവശിഷ്ടങ്ങളുടെ ആധികാരികത സ്ഥിരീകരിച്ച് സ്വതന്ത്ര അന്വേഷണത്തിന്റെ ആവശ്യകത അടിവരയിടുന്നു. ജൂലൈ 13, AI ആസ്ഥാനമാക്കി നിർമ്മിച്ച വീഡിയോയിലൂടെ കേസിനെ കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചുവെന്നാരോപിച്ച് സമീർ MD എന്ന യൂട്യൂബറിനെതിരെ പോലീസ് കേസെടുക്കുന്നു. ജൂലൈ 14, സംശയാസ്പദമായ മരണങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം അതായത് SIT രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ നാഗലക്ഷ്മി ചൗധരി മുഖ്യമന്ത്രിക്ക് കത്തെഴുതുന്നു. ജൂലൈ 15, 2003-ൽ ധർമ്മശാല സന്ദർശിച്ചതിനു ശേഷം MBBS വിദ്യാർത്ഥിനിയായ തന്റെ മകളെ കാണാനില്ലെന്ന് ബംഗളൂരുവിൽ നിന്നുള്ള ഒരു സ്ത്രീ പരാതി നൽകുന്നു. ജുഡീഷ്യൽ മേൽനോട്ടവും SIT ഇടപെടലും വേണമെന്ന ആവശ്യം ആക്ടിവിസ്റ്റുകൾ വീണ്ടും ഉന്നയിക്കുന്നു. ജൂലൈ 16, വിസിൽ ബ്ലോവറുടെ രഹസ്യ പ്രസ്താവനകൾ ഒരു യൂട്യൂബർക്ക് ചോർത്തി നൽകിയെന്നും ഇത് സാക്ഷികളുടെ സുരക്ഷയെയും അന്വേഷണത്തിന്റെ നിഷ്പക്ഷതയെയും കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നുവെന്നും ആരോപിച്ച് ഒരു കൂട്ടം അഭിഭാഷകർ ഒരു ഹർജി ഫയൽ ചെയ്തു. ജൂലൈ 17, അന്വേഷണം സുതാര്യമായി നടത്തണമെന്നും ഒരു വ്യക്തിയെയും സംരക്ഷിക്കില്ലെന്നും ദക്ഷിണ കന്നഡ ജില്ലാ ചുമതലയുള്ള മന്ത്രി ദിനേശ് ഗുണ്ടുറാവു പൊതുജനങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. ജൂലൈ 18, സർക്കാരിനുമേൽ യാതൊരു സമ്മർദ്ദവുമില്ലെന്നും വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ ഈ വിഷയം പരസ്യമായി ഉന്നയിച്ചു. പക്ഷപാതമോ ഇടപെടലോ ഇല്ലാതെ അന്വേഷണം മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. ജൂലൈ 19, കർണാടക സർക്കാർ DGP അതായത് ആഭ്യന്തര സുരക്ഷയുടെ DGP പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം അതായത് SIT-യെ രൂപീകരിക്കുന്നു. ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട എല്ലാ അസ്വാഭാവിക മരണങ്ങൾ, തിരോധാനങ്ങൾ, ലൈംഗികാതിക്രമങ്ങൾ എന്നിവ അന്വേഷിക്കാൻ മുതിർന്ന IPS ഉദ്യോഗസ്ഥരായ MN അനുച്ഛേദ്, സൗമിലത, JK ദയാമ എന്നിവരെ ഈ സംഘത്തിലേക്ക് നിയമിക്കുകയും ചെയ്യുന്നു. ജൂലൈ 20,
SIT രൂപീകരണത്തെ സ്വാഗതം ചെയ്യുന്നതായും വസ്തുതകൾ സ്ഥാപിക്കുന്നതിനായി നീതിയുക്തവും ഉന്നതതലവുമായ അന്വേഷണത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതായും ക്ഷേത്ര ഭാരവാഹികൾ അതായത് ധർമ്മസ്ഥല ക്ഷേത്രം പ്രസ്താവനയും ഇറക്കുന്നു. ജൂലൈ 21 SIT ഔദ്യോഗികമായി അന്വേഷണം ആരംഭിച്ചു. സംസ്ഥാന വനിതാ കമ്മീഷനും സിവിൽ സൊസൈറ്റി സംഘടനകളും ഈ നീക്കത്തെ സ്വാഗതം ചെയ്തു. നീതിയുക്തവും സുതാര്യവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തണമെന്ന ആവശ്യം ഈ ക്ഷേത്രവും ആവർത്തിക്കുകയും ചെയ്തു. ധർമ്മസ്ഥല കൂട്ടശവ സംസ്കാരം അന്വേഷണത്തിനായി ഇപ്പോൾ 20 അംഗ അന്വേഷണ സംഘത്തെ നിയോഗിച്ച് കർണാടക സർക്കാർ മുന്നോട്ട് പോവുകയാണ്. കർണാടകയിലെ ധർമ്മസ്ഥല കൂട്ടശവ സംസ്കാര കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം അതായത് SIT 20 ഉദ്യോഗസ്ഥരുടെ സംഘത്തെ ഇപ്പോൾ അന്വേഷണത്തിന് നേതൃത്വവും നൽകിയിട്ടുണ്ട്. വ്യാപകമായ പൊതുജന രോഷത്തിന് കാരണമായ അസ്വസ്ഥതയുണ്ടാക്കുന്ന ആരോപണങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തും. 16 വർഷത്തിലേറെയായി നടന്ന കൂട്ടശവ സംസ്കാരങ്ങൾ, ലൈംഗിക അതിക്രമങ്ങൾ, മറച്ചുവെക്കലുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ കർണാടകയിലെ ക്ഷേത്ര നഗരമായ ധർമ്മസ്ഥലയിൽ ശക്തമായ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. 1998-നും 2014-നും ഇടയിൽ സ്ത്രീകളുടെയും പ്രായപൂർത്തിയാകാത്തവരുടെയും മൃതദേഹങ്ങൾ സംസ്കരിക്കാനും ദഹിപ്പിക്കാനും നിർബന്ധിച്ചുവെന്ന് അവകാശപ്പെട്ട് മേൽപ്പറഞ്ഞ മുൻ ശുചിത്വ തൊഴിലാളി മുന്നോട്ട് വന്നതോടെയാണ് ഈ കേസ് പുറം ലോകം അറിയുന്നത്. ഇതിൽ പലരുടെയും മൃതദേഹങ്ങൾ ആക്രമണത്തിന്റെ ലക്ഷണങ്ങളും കാണിക്കുന്നു. അദ്ദേഹത്തിന്റെ പരാതിയിൽ FIR ഫയൽ ചെയ്യുകയും സാക്ഷികൾക്ക് സംരക്ഷണം നൽകുകയും അസ്ഥികൂട അവശിഷ്ടങ്ങൾ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തതോടെ പൊതുജനങ്ങളുടെ പ്രതിഷേധം, നിയമപരമായ ഇടപെടലുകൾ, 2003 ഒരു സ്ത്രീയുടെ തിരോധാനത്തെക്കുറിച്ചുള്ള പരാതി ഇവയുൾപ്പെടെയുള്ള കൂടുതൽ ആരോപണങ്ങൾ എന്നിവയെ തുടർന്ന് വിഷയം സമഗ്രമായി അന്വേഷിക്കാൻ സർക്കാർ SITയെ രൂപീകരിക്കുകയും ചെയ്തു. ധർമ്മസ്ഥലയിലെ വ്യവസ്ഥാപിത കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള സംവേദനാത്മകമായ ആരോപണങ്ങൾ, വളരെ കാലമായി മറന്നുപോയ 2 കേസുകൾ ഇതെല്ലാം പുനരുജ്ജീവിക്കുകയും ചെയ്തു. ഇതെല്ലാം മേഖലയിലെ അധികാര ഘടനകളെക്കുറിച്ച് കൂടുതൽ ആഴത്തിലുള്ള അന്വേഷണം നടത്തണമെന്ന ആവശ്യത്തിന് അടിയന്തരത നൽകുന്നു. രാഷ്ട്രീയം, പോലീസ് സമ്മർദ്ദത്തിൽ മൂടിവെച്ച കേസുകൾ വീണ്ടും തുറക്കണമെന്ന് മുൻകാല ഇരകളുടെ കുടുംബങ്ങൾ SITയോട് വീണ്ടും ആവശ്യപ്പെടുന്നു. ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രം പെൺകുട്ടികളെ കൊല്ലുന്ന ഒരു സ്ഥലമായി ചിത്രീകരിക്കുന്നതിന് പിന്നിൽ ഗൂഢാലോചനയെന്നാണ് ഇപ്പോൾ ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത്. 8842 യൂട്യൂബ് വീഡിയോകൾക്കെതിരെ കോടതിയും രംഗത്ത് വന്നിരിക്കുന്നു. 100-ൽ പരം പെൺകുട്ടികളുടെ ജഡം താൻ മഞ്ജുനാഥ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ കുഴിച്ചിട്ടെന്ന ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളി നടത്തിയ വെളിപ്പെടുത്തലിന് പിന്നാലെ ക്ഷേത്ര ഭാരവാഹികളെ സംശയിക്കുന്ന തരത്തിൽ ലക്ഷക്കണക്കിന് യൂട്യൂബ് വീഡിയോകൾ നിർമ്മിക്കപ്പെട്ടതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നതാണ് ക്ഷേത്ര ഭാരവാഹികളുടെ സംശയമത്രേ. ദിവസേന 50,000 പേർക്ക് സൗജന്യമായി ഭക്ഷണം കൊടുക്കുന്ന ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്ന് ഭക്തർ പ്രാർത്ഥിക്കാൻ എത്തുന്ന ഈ ക്ഷേത്രത്തിനകത്ത് എങ്ങനെയാണ് പെൺകുട്ടികളെ കൊല ചെയ്യാൻ സാധിക്കുക എന്നതാണ് ക്ഷേത്ര ഭാരവാഹികളുടെ ചോദ്യം. K. പാർശ്വനാഥ് ജെയിൻ എന്ന ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഭാരവാഹി ചോദിക്കുന്ന ചോദ്യങ്ങളാണിത്. നിരന്തരമായി യൂട്യൂബ് വീഡിയോകളിലൂടെ ക്ഷേത്രത്തെയും ചുമതലക്കാരെയും അപകീർത്തിപ്പെടുത്തുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. പെൺകുട്ടികൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലെ കുറ്റക്കാരെ പിടിക്കേണ്ടതുണ്ട്. അതിന് അന്വേഷണം നടക്കുന്നുണ്ട്. അതിനു മുമ്പ് ചിലരെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത് ശരിയല്ലെന്നും പ്രശാന്ത് ജെയിൻ വാദിക്കുന്നു. മഞ്ജുനാഥ ക്ഷേത്ര ഭാരവാഹികൾ ഈ ദുഷ്പ്രചരണങ്ങൾ നിർത്തണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി 8848 വീഡിയോകൾ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബംഗളൂരു സിറ്റി സിവിൽ ആൻഡ് സെക്ഷൻസ് കോടതിയിൽ നൽകിയ ഇവരുടെ പരാതിക്ക് അനുകൂലമായ വിധി ഇപ്പോൾ വന്നിരിക്കുകയാണ്. ക്ഷേത്രത്തെ അപമാനിക്കുന്ന തരത്തിൽ വാർത്തകൾ കൊടുക്കരുതെന്നും ഇപ്പോൾ ക്ഷേത്ര ഭാരവാഹികളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ യൂട്യൂബിൽ നൽകിയിരിക്കുന്ന 8842 വീഡിയോകളുടെ ലിങ്കുകൾ പിൻവലിക്കാനും കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായ ദക്ഷിണ കന്നഡയിൽ ഇസ്ലാമിക മതമൗലികവാദ പ്രവർത്തനങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണത്രേ. ഈയിടെ യുവമോർച്ച പ്രവർത്തകരെ പലരെയും ക്രൂരമായി കൊല ചെയ്തിട്ടുണ്ടത്രേ. അതുപോലെ ഇവിടുത്തെ കോളേജുകളിൽ ബുർക്ക ധരിച്ച് വരാൻ മുസ്ലിം പെൺകുട്ടികളെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ചില സമരങ്ങൾ പൊടുതിനെ പൊട്ടിപ്പുറപ്പെട്ടതായും ഇവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമമായി ആരോപിക്കപ്പെട്ടിരുന്നു. ഇതെല്ലാമാണ് അദ്ദേഹം പറയുന്ന കാര്യം. മഞ്ജുനാഥ ക്ഷേത്രത്തെ തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണോ ഭീതി പ്രചരിപ്പിക്കുന്ന വസ്തുതകൾ പെരുപ്പിച്ച് കാട്ടിയുള്ള യൂട്യൂബ് വാർത്തകൾ എന്ന് സംശയിക്കപ്പെടുന്നു എന്നും പറയുന്നു. ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട യൂട്യൂബർമാരുടെ നീക്കങ്ങളും സംശയമുളവാക്കുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ ചില മതപരിവർത്തന ലോബികളും ഇവിടെ ശക്തമായി പ്രവർത്തനം നടത്തി വരുന്നുണ്ടത്രേ. അതിൽപ്പെട്ട ചിന്നപ്പ ഉദ്ദങ്കി എന്ന ബേസൽ മിഷൻ ഇവാഞ്ചലിസ്റ്റും ഇതിന് പിന്നിലുണ്ടെന്ന ചില ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ചിന്നപ്പ ഉദ്ദങ്കി എന്ന ബേസിൽ മിഷൻ ഇവാഞ്ചലിസ്റ്റും ക്ഷേത്ര ട്രസ്റ്റുമായി നേരത്തെ മുതലേ ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നതായും ഇവർ പറയുന്നു. കോയമ്പത്തൂരിൽ ജഗ്ഗി വാസുദേവിനെതിരെ ഒട്ടേറെ അപകീർത്തിപരമായ പ്രചാരണങ്ങൾ അഴിച്ചുവിടുന്നതിന് പിന്നിൽ അവിടുത്തെ ഒരു ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പാണെന്നും ആരോപിക്കപ്പെട്ടിരുന്നു. അവിടെ DMK സർക്കാരിനെ പോലും ഈ ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പ് ജഗ്ഗി വാസുദേവിനെതിരെ സ്വാധീനിക്കുന്നതായും ആരോപണമുണ്ടത്രേ. ഇതിന് സമാനമാണോ ധർമ്മശാലയിലെ മഞ്ജുനാഥ ക്ഷേത്രത്തിനെതിരായ ആരോപണമെന്നും സംശയം ചിലർ ഉയർത്തുന്നു എന്നതൊക്കെയാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ.
എന്തുതന്നെയായാലും ഈ പറഞ്ഞ സ്ത്രീകളുടെയും പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെയും തിരോധാനം അന്വേഷിക്കേണ്ടത് തന്നെയാണ്. ഇത്രയും കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ കുറ്റവാളിയെ കണ്ടെത്തേണ്ടത് അനിവാര്യതയാണ്. അതിന് സർക്കാരും പോലീസും ഒരുമിച്ച് അന്വേഷണ സംഘം രൂപീകരിക്കുകയും കൃത്യമായ ഇടപെടൽ നടത്തുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. വരും ദിവസങ്ങളിൽ സത്യം പുറത്തു വരട്ടെ. നന്ദി. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.